ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മുടെ മുന്നിൽ അന്നെത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഒരു കാര്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, വെറുതെ ഫോണിലിരുന്ന് സമയം കളയാതെ ഉള്ള സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. കാരണം പരീക്ഷ കഴിഞ്ഞിട്ട് അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അയ്യോ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ, അന്ന് എന്താ പറ്റിപ്പോയേ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ റിഗ്രറ്റ് അടിക്കും. സോ ഇപ്പോഴേ അത് വരാതിരിക്കാൻ വേണ്ടി ഉള്ള സമയം നിങ്ങൾ ഉപയോഗിക്കുക. ഫോണിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം നമുക്ക് ക്രിസ്മസ് വെക്കേഷനിൽ കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ എന്താണോ സമയമൊക്കെ ചെയ്യാന്നായിരിക്കും നമ്മുടെ അപ്പത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കുക. ഫോൺ മാറ്റി വെക്കാന്നത് ഉദ്ദേശിച്ചത് ഇൻസ്റ്റഗ്രാം അല്ലെ, അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു സംഭവങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചും കൂടെ മാറ്റി വെക്കാം. പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുക. ഓക്കെ, റെഡി? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ആ ചാപ്റ്റർ ആണ്. എക്സാമിന് ഫിസിക്സിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ദ വെയിറ്റ് ഓഫ് എ ബോഡി ഇസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഓൺ ദ എർത്ത് സർഫസ്. എന്താടാ പറഞ്ഞത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന്റെ ഭാരം ഭൂമിയുടെ പല സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആണ്. ആണോ? അറിയില്ല, നോക്കാം. ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഉപരിതലത്തിൽ ഏതു ഭാഗത്ത് വെക്കുമ്പോഴാണ് ആ വസ്തുവിന് ഏറ്റവും കൂടുതൽ പരമാവധി വെയിറ്റ് അനുഭവപ്പെടുക? ഭൂമധ്യരേഖാ പ്രദേശം, ധ്രുവപ്രദേശം, ഭൂകേന്ദ്രം അല്ലെ, കുറെ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ്, ഭാരത്തിന്റെ വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? നെക്സ്റ്റ് നോക്കൂ, വസ്തുവിന്റെ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ഉപകരണമാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. സോ ഇതാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഭൂമിന്റെ ഷേപ്പ് ഇതാ ഇതുപോലെയാണ്. കറക്റ്റ് ഒരു സ്ഫിയർ ആയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലല്ല നമ്മുടെ ഭൂമി കാണപ്പെടുന്നത്, ഇതുപോലെ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് സെന്റർ എങ്കില് ഇങ്ങോട്ടുള്ള റേഡിയസ് അല്ലെ, സെന്ററിൽ നിന്നുള്ള അല്ലെ, അതാണല്ലോ റേഡിയസ് എന്ന് പറഞ്ഞത്. ഇങ്ങോട്ടുള്ള റേഡിയസ് കൂടുതലും ഇങ്ങോട്ടുള്ള റേഡിയസ് കുറവുമാണ്. ഓക്കെ, ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേറ്റർ. എന്താ പറയടാ? ഇക്വേറ്റർ, ഭൂമധ്യരേഖാ പ്രദേശം എന്നാ വിളിക്കുക, ഭൂമധ്യരേഖാ പ്രദേശം കേട്ടോ. ഇനി മുകളിലാണ് പോൾ എന്നാ നമ്മൾ വിളിക്കുക, അതായത് ധ്രുവപ്രദേശം. അത് നമ്മൾ മനസ്സിലാക്കണം, ധ്രുവപ്രദേശം. ഓക്കെ, ധ്രുവപ്രദേശം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ജി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ. നമ്മൾ പഠിച്ചു, ഏത് വസ്തു നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാലും അതിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ അല്ലെ, അതെന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഭൂമിയുടെ ആകർഷണം കൊണ്ടാണ് അതിന് ആക്സിലറേഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആക്സിലറേഷന് അല്ലെങ്കിൽ ത്വരണത്തെ നമ്മൾ വിളിക്കുന്നതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം എന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഭൂഗുരുത്വ ത്വരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് മെയിൻ സംഭവം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ജി എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കില്ലേ. ഈ ജിന്റെ ഇക്വേഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നോക്കൂ, ഈ ജി എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആണ്, അതിനൊരു വലിയൊരു വാല്യൂ ആണ്. 6.67 എന്ന് പറയുന്ന ഒരു വാല്യൂ, അത് ഒരിക്കലും മാറൂല. ഓക്കെ, നെക്സ്റ്റ് ഈ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്, ഭൂമിയുടെ മാസ് ആണ്. അത് മാറുമോ? മാറൂല, ഒരിക്കലും മാറ്റാൻ പറ്റൂല അല്ലെ, അത് മാറൂല. പിന്നെ ഉള്ളത് റേഡിയസ് ആണ്. റേഡിയസ് മാറുമോ? ഭൂമിന്റെ റേഡിയസ് മാറുന്നുണ്ട്. നോക്കടാ, ചില സ്ഥലങ്ങളില് കുറവാണ്, ചില സ്ഥലങ്ങളില് കൂടുതലാണ്. അപ്പൊ ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത് മാറില്ല, ഇതൊന്നും ഒരിക്കലും മാറില്ല. ആകെ മാറുന്നത് ഇതാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. ചില സ്ഥലങ്ങൾ കൂടുതലാണ്, ചില സ്ഥലത്ത് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഒരാളെന്ന് പറയുന്നത് റേഡിയസ് ആണ്. സോ റേഡിയസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ആണ് അല്ലെ. നോക്കൂ, ഇങ്ങനെ ഒരാൾ താഴെയാണ് കിടക്കുന്നതെങ്കിൽ, നോക്കൂ, ഒരു ഇക്വേഷന്റെ താഴെയാണെങ്കിൽ അയാൾ ഓപ്പോസിറ്റ്ലി റിലേറ്റഡ് ആണ് ഇയാൾക്ക്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ജി കൂടണമെങ്കിൽ ആർ ഓപ്പോസിറ്റ് ആവണം, അതായത് ആർ കുറയണം. ദാറ്റ് മീൻസ് റേഡിയസ് കുറവുള്ളടത്ത് ജീന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ വലിയ വാല്യൂ ആയിരിക്കും. അങ്ങനൊന്നുമില്ല, നമ്മൾ സാധാരണ വാല്യൂ 9.8 ആണ് പറയാറ് അല്ലെ. അപ്പൊ ഇതിനേക്കാളും ചെറിയൊരു കൂടുതല്, ഒരു 9.82, ഒരു 0.2, 0.3 ഒക്കെ കൂടും. ഇനി കുറവാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവല്ല, ഒരു 9.78, അങ്ങനെ ചെറിയൊരു കുറവ്, സ്ലൈറ്റ് ചേഞ്ച്.
അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി നമുക്ക്. ജി എന്ന് പറയുന്നത് പോളിലേക്കുള്ള റേഡിയസ് കുറവായത് കൊണ്ട് തന്നെ ജിന്റെ വാല്യൂ ഇവിടെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 9.82 അങ്ങനെയൊക്കെ വരിക. ഇനി ആ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ. ഇനിയിപ്പോ അത് കൺഫ്യൂഷൻ അടിക്കേണ്ട, അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി ഇക്വേറ്ററിൽ നോക്കടാ, ഇക്വേറ്ററിന്റെ കേസ് നോക്കൂതാ, ഇത്രയും റേഡിയസ് കൂടുതലാണ് അല്ലെ. റേഡിയസ് കൂടുതലായത് കൊണ്ട് തന്നെ ജിയുടെ വാല്യൂ അവിടെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഭയങ്കര കുറവ്, അങ്ങനെയല്ല. 9.78 അങ്ങനെയൊക്കെ വരാം കേട്ടോ. ഒരു ചെറിയൊരു കുറവേ ഉണ്ടാവുള്ളൂ. 9.78 അങ്ങനെയൊക്കെ. 9.8 ആണ് ആക്ച്വൽ വാല്യൂ, അതിനേക്കാൾ ചെറിയൊരു കുറവ്, അത്ര ആലോചിച്ചാൽ മതി. സോ ഇതാണ് സംഭവം. ഓക്കെ, ജി കൂടുതലാണ് ഇവിടെ പോളില്, ജി കുറവാണ് ഇവിടെ ഇക്വേറ്ററിൽ. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വെയിറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും അല്ലയ്യ നമ്മൾക്കറിയാം വെയിറ്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. W വെയിറ്റ് സമം M ഇൻറ്റു G. ഫോർ എക്സാമ്പിൾ 10 കിലോ പഞ്ചസാര നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ M ആണ് 10 എന്ന് പറയുന്നത് കേട്ടോ. മാസിനെയാണ് നമ്മൾ ഇവിടെ 10 ഉദ്ദേശിച്ചത്. അപ്പൊ മാസ് ഇസ് ഈക്വൽ ടു 10 ആണ്. ഇപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ M ഇൻറ്റു G ചെയ്താൽ മതി. നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ ഒരു ആവറേജ് ജിന്റെ വാല്യൂ 9.8 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 ഇൻറ്റു 9.8 എന്ന് എഴുതി കൊടുക്കാം അല്ലെ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് 98 എന്ന് കിട്ടും. 98 ന്യൂട്ടൺ എന്നാണ് നമ്മുടെ വെയിറ്റിന്റെ യൂണിറ്റ്. സോ നമുക്ക് അങ്ങനെ ആൻസർ കിട്ടി അല്ലെ, കിട്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M ഇൻറ്റു G ആണ്. അതായത് വെയിറ്റിനെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് ഈ G എന്ന് പറയുന്ന ആള് അല്ലെ. അത് 9.8 ആണ്. പക്ഷേ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും 9.8നേക്കാൾ ചെറിയ കുറവും ചെറിയ കൂടുതലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റിലും അത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും G കൂടുതലുള്ള പോളില് ഈ M ഇൻറ്റു G അല്ലെങ്കിൽ ഈ വെയിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. ഇനി ഈ ജി കുറവുള്ള ഇക്വേറ്ററിൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ പറയപ്പെടുന്ന വെയിറ്റ് M ഇൻറ്റു G അല്ലെ, ഭാരം എന്ന് പറയുന്നത് ജി കുറവായത് കൊണ്ട് തന്നെ അതും കുറവായിരിക്കും. അക്കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് വെയിറ്റ് അവിടെ ഇവിടെയൊക്കെ കുറവായത് കൂടുതലായത് എന്നുള്ളതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ തന്നത്. അതൊരിക്കലും മറന്നു പോവാതിരിക്കുക കേട്ടോ. അപ്പൊ ചോദ്യത്തിലേക്ക് പോകാം. വസ്തുവിന്റെ ഭാരത്തെ കുറിച്ചിട്ടാണ് അല്ലെ. Where on the earth's surface does a body experiences maximum weight? എവിടെയാണ് മാക്സിമം വെയിറ്റ് അനുഭവപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം മാക്സിമം വെയിറ്റ് അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശം അല്ലെങ്കിൽ പോളിലാണ്. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും സെന്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സെന്റർ അല്ലേ, നിങ്ങൾ കേട്ടോ. ജി എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 വട്ടപൂജ്യം. സോ അവിടെ വെയിറ്റ് തന്നെ ഇല്ല, സെന്ററിൽ ഒന്നുമില്ല അല്ലെ, സെന്ററിൽ വെയിറ്റേ ഇല്ല. സോ അത് നിങ്ങൾ നോക്കണ്ട. മാക്സിമം ചോദിച്ചിരിക്കുന്നത് എവിടെയാണ്, അത് പോളിലാണ്. മിനിമം ചോദിച്ചാൽ അത് നമ്മൾ പറയണം ഇക്വേറ്ററിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ സെന്ററിലല്ലേ കുറവ്, സെന്ററിൽ 0 ആണ്, ഒന്നും ഇല്ല എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ കുറവും കൂടുതലും പറയാൻ പറ്റുമോ, പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി പോളാണ് അല്ലെങ്കിൽ ധ്രുവ പ്രദേശമാണ്. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഭാരം? നമ്മൾ പഠിച്ചു അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്ന മറ്റാരുടെയൊക്കെയോ യൂണിറ്റ് ഉണ്ടല്ലോ. യെസ്, ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ വെയിറ്റ്, ഭാരം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ആര് കൊടുക്കുന്ന ഫോഴ്സ് ആണ്? ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ന്യൂട്ടൺ എന്ന യൂണിറ്റ് ആയത് കേട്ടോ. നെക്സ്റ്റ്, which is the instrument used to measure the weight? വെയിറ്റ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നുള്ളതാണ്. അതെന്താണ്? സ്പ്രിംഗ് ബാലൻസ് ആണ് കേട്ടോ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇത്ര കാര്യങ്ങളാണ് വെയിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അതാ അടുത്തൊരു ചോദ്യം കൂടെയുണ്ട്. ടാബുലേറ്റ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഗിവൻ ടേബിൾ. നോക്കൂ, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, പദാർത്ഥത്തിന്റെ അളവ് അല്ലെ, ദ്രവ്യത്തിന്റെ അളവ് അല്ലെ, ഒരു സംഭവത്തിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ ഉണ്ട്, അതിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെ എടുക്കാനാണ്. സോ ഇത് മാസ് ആണ് അല്ലെ. നെക്സ്റ്റ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആരുടെ യൂണിറ്റ് ആണ്? അത് വെയിറ്റ്, ഭാരത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ, വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ദിശ അളവ്, അതെന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാൾക്ക്
ഡയറക്ഷൻ ഒന്നുമില്ല, ദിശയൊന്നുമില്ല അല്ലെ, അവിടെ ഇവിടെയും കൂടുതലും കുറവൊന്നും അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല, നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ അതെന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതിശ അളവാണ് അല്ലെ, ഒരു ചേഞ്ച് വലിക്കില്ല, ഫിക്സ്ഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, അതാണ് അതിശ അളവ്. ഇറ്റ്സ് എന്താണ്, ഡയറക്ഷൻ ഇല്ല കേട്ടോ, അതാണ് അതിശ അളവ്. അതിശ അളവ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി, അതാണ് ആരാണ്, അത് മാസ് ആണ് കേട്ടോ, മാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ ദ ബോഡി അല്ലെ, ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതെന്താണ്, വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഭാരമാണ്. അപ്പൊ ദിശ അളവ് എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പൊ വെയിറ്റ് എന്തായിരിക്കും, വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സദിശ അളവാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഓക്കെ, റെഡി. അത് എന്തുകൊണ്ട് അപ്പൊ നെഗറ്റീവ് ആവുന്നുണ്ടോ പോസിറ്റീവ് ആവുന്നുണ്ടോ അങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ +1 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മാസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് വെയിറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെയിറ്റ് പറഞ്ഞാൽ ഡിഫറെന്റ് ആവും, മാസ് ഇസ് ഫിക്സ്ഡ്, എല്ലായിടത്തും ഒരേ വാല്യൂ ആണ്, സെയിം വാല്യൂ ആണ് അല്ലെ, മറ്റേത് ഡയറക്ഷൻ അനുസരിച്ച് മാറും, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യത്തിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നത് ഇതിലേതാണ്, മാസ് ഉണ്ട്, ഭാരമുണ്ട്, ഭൂഗുരുത്വ കേന്ദ്രം. ഓക്കെ, എന്താണ് നമുക്ക് അളക്കാൻ പറ്റുന്നത്, ഭാരമാണ് അല്ലെ, സ്പ്രിംഗ് ത്രാസ്. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജെക്ട് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. ഭൂമിയുടെ സെന്ററിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യാ, ഞാൻ നോക്കൂട്ടോ, കാരണം എക്സാമിന്റെ ചൂടൊക്കെ ഇനിയും നിങ്ങൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ അടി തരണം, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി സമയം കളയണ്ട, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മളെ ഫിസിക്സിലെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ കമന്റും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.